ദൈവനാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. ഇവാനിയൻ വഴിയുടെ ഒരു കൺക്ലൂഡിങ് പോലെയാണ് ഈ പ്രഭാഷണം. സ്നേഹമാർഗത്തിൻ്റെ 4ാമത്തെ ഭാഗത്തിലേക്ക് കടക്കുന്നു. പിതാവിൻ്റെ സ്നേഹമാർഗത്തെക്കുറിച്ച് വേണമെങ്കിൽ നമുക്ക് അതിൻ്റെ മാത്രമായിട്ട് ഒരു ധ്യാനം വേണമെങ്കിൽ ചെയ്യാൻ കഴിയും. അത്രമാത്രം ഡെപ്ത് ആ സ്നേഹമാർഗത്തിലെ പിതാവ് കണ്ടിരുന്നു. അതുകൊണ്ട് തന്നെ സന്യാസത്തിലേക്ക് കൂടുതൽ കിടക്കാനായിട്ടൊക്കെ നമുക്ക് ഇവിടെ നിന്ന് എത്ര വേണമെങ്കിലും ബിൽഡപ്പ് ചെയ്യാം, എത്ര ആഴത്തിൽ വേണമെങ്കിലും അതിനെ ഇൻ്റർപ്രറ്റ് ചെയ്യാം. അപ്പം അത് കുടുംബജീവിതമായിക്കോട്ടെ, ഇടവകകളായിക്കോട്ടെ, അല്ലെങ്കിൽ പൗരോഹിത്യ സന്യാസ ജീവിതങ്ങളായിക്കോട്ടെ, അതൊക്കെ അവസാനം എത്തിച്ചേരുന്നത് പുനരൈക്യത്തിലൂടെ, രക്ഷാകരമായ തിരുത്തലിലൂടെ, സംരക്ഷണത്തിൻ്റെ ഒരു മുഖങ്ങളായിട്ടാണ് മാറുന്നത്. ഈ ലോകത്തിൽ നമ്മൾ സംരക്ഷിക്കാനാണ് പുനരൈക്യപ്പെടുന്നത്. പുനരൈക്യപ്പെടുന്നില്ല എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം ഞാൻ നിന്നെ സംരക്ഷിക്കില്ല എന്നുള്ളതാണ്. ഞാൻ വിമുഖനാകുന്നു, ഞാൻ നിന്നെപ്പറ്റി ബോധവാനല്ല. അപ്പൊ ഞാൻ അഭിമുഖനാകുന്നതും നിന്റെ അടുത്തേക്ക് വരുന്നതും നീ എന്ന ആ വ്യക്തിയുമായിട്ട് സംവാദത്തിലൂടെയും സംയോഗ്യതയിലൂടെയും സമ്പത്തിലൂടെയും ഒന്നാകാൻ ശ്രമിക്കുന്നത്. അതിനുശേഷം അത് സംരക്ഷണത്തിൻ്റെ ഒരു ഭാഷയാണ്. സോ ആ ഭാഷ പിതാവിൻ്റെ ജീവിതത്തിലും പുനരൈക്യത്തിന് ശേഷമുള്ള കാലങ്ങളിലൊക്കെ നമുക്ക് ഒത്തിരി കാണാൻ കഴിയും. ഈ പുനരൈക്യത്തിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ ഒരു സാധനത്തിനെ നോക്കിക്കഴിഞ്ഞു, സംരക്ഷിക്കുന്നു. ആ സംരക്ഷണത്തിൽ നമ്മുടെ എല്ലാ ഭാവങ്ങളും മാറുക. ഇപ്പോൾ ഈ ഫാനിനെ നമുക്ക് ഈ ഫാൻ നമുക്ക് കാറ്റ് തരുന്നു. അതുമ്പോൾ മുഴുവനും പൊടി ഉണ്ടാവാം. ചില വീടുകളിലൊക്കെ കയറി ചെന്നിട്ടുണ്ടെങ്കിൽ 1 ഇഞ്ച് പൊടി ഉണ്ടാവും ആ ഫാനുമേ. അതിനോട് നന്ദി പറയാതെ, അതിനെ സംരക്ഷിക്കാതെ ഉപയോഗിച്ചു കൊണ്ടേയിരിക്കും. ദാറ്റ് ഈസ് നോട്ട് ഇവാനിയൻ വേ. ഇവാനിയൻ വേയിൽ വി ടേക്ക് കെയർ ഓഫ് എവ്രിതിങ്. ഇപ്പം നമുക്ക് എല്ലാത്തിനും ഒരു ഡീസൻറ്റ് ബറിയലിൻ്റെ ആവശ്യമുണ്ടെന്ന് പറയും. ഇപ്പം ചില സ്ഥലത്തൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ക്ലോസറ്റ് പൊട്ടിയത് അവിടെ കിടക്കണ കാണാം, വീട് ക്ലിയർ ചെയ്ത് അവിടെ കിടക്കണ കാരണം സംരക്ഷണമില്ലാത്ത ഉപയോഗങ്ങൾ. ഈ റോട്ടിലൊക്കെ ഈ ചെളിക്കൂന്നുകൾ കുന്നുകൂടി വരുന്നത് എന്താണ്? ആ ഒരു സ്വച്ഛത അല്ലെങ്കിൽ ആ വിശുദ്ധി അത് സംരക്ഷിക്കുമ്പോഴേ വരൂ, അല്ലെങ്കിൽ വരില്ല. സംരക്ഷിക്കാതെ ആകുമ്പോഴാണ് മ്ലേച്ഛതകൾ കുമിഞ്ഞുകൂടണേ, അല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ കുമിഞ്ഞുകൂടണേ. അപ്പോൾ എന്ത് മലിന കൂമ്പാരങ്ങൾ പൊന്തി വരുമ്പോൾ അതിൻ്റെ പിന്നിൽ ഒരു സംരക്ഷണമില്ലായ്മയുണ്ട്, അതിൻ്റെ പിന്നിൽ ഒരു പുനരൈക്യമില്ലായ്മയുണ്ട്. അപ്പോഴാണ് അവിടെ ഡർട്ട് കുമിഞ്ഞുകൂടാൻ തുടങ്ങണേ. അതല്ലെങ്കിൽ വി ക്ലീൻ. അത് വീടായിക്കോട്ടെ, സ്വന്തം ശരീരമായിക്കോട്ടെ, എന്തുമായിക്കോട്ടെ, അതിനെയൊക്കെ സംരക്ഷിക്കുന്ന ഭാവമായിട്ട് വരും. അതിനൊക്കെ ആയിട്ട് പുനരൈക്യപ്പെടും. അപ്പോൾ ഒരു കലണ്ടർ ഒരു കൊല്ലം നമ്മളെ സെർവ് ചെയ്യുമ്പോൾ അതിനെ നമ്മൾ സംരക്ഷിക്കും. അപ്പോൾ അതിന് ജസ്റ്റ് വലിച്ചെറിയില്ല, അതിന് ഒരു ഡീസൻറ്റ് ബറിയൽ കൊടുക്കും. അപ്പോൾ ഈ റീസൈക്ലിങ്ങുകൾ അല്ലെങ്കിൽ ഈ ലോകത്തിലെ ഈ വേസ്റ്റ് പ്രൊഡക്ഷനൊക്കെ എങ്ങനെ വരണേ? സംരക്ഷണമില്ലാത്ത ജീവിത രീതിയിൽ നിന്നാണത് വരണേ. എന്തുകൊണ്ട് സംരക്ഷിക്കുന്നില്ല? അതിനെ നോക്കുന്നില്ല, അതായിട്ട് പുനരൈക്യപ്പെട്ടിട്ടില്ല, രക്ഷാകരമായ തിരുത്തലുകൾ വന്നിട്ടില്ല. അപ്പോൾ ഒരിക്കൽ ഇവാനിയൻ തിങ്കിങ്ങിലേക്ക് കടന്നു വരുന്ന നിങ്ങൾ നാച്ചുറലി ആയിട്ട് ഈ ലോകത്തെ സംരക്ഷിക്കും, നിങ്ങൾക്ക് ചുറ്റുമുള്ളതിനെയൊക്കെ സംരക്ഷിക്കും. ബിക്കോസ് അതുമായിട്ടൊക്കെ നിങ്ങൾ റിലേഷൻഷിപ്പ് ക്രിയേറ്റ് ചെയ്തു കഴിഞ്ഞു. ആ റിലേഷൻഷിപ്പ് അതിനെ ഉപയോഗിക്കാനല്ല, അതിനെ സംരക്ഷിക്കാനാണ്. അപ്പോൾ ഈ ടേക്ക് കെയർ എവറിത്തിങ് എന്ന് പറയും. സോ ആ ഭാവങ്ങൾ പിന്നീട് ഗ്രിഗോറിയസ് പിതാവിലേക്ക് എത്തുമ്പോൾ ഒരു എക്കോളജിക്കൽ സെൻസുകൾ, കൃഷി, മരങ്ങൾ നടല്, യു കൻ സീ ദാറ്റ് യോഹന്നാനോസ് പിതാവിന് ശേഷം വന്ന ആ പിതാവില് ഈ സംരക്ഷണ ഭാവങ്ങളുടെ വേറൊരു തലം എക്കോളജിക്കൽ സെൻസുകൾ വരുന്നത്
അതെങ്കിൽ സംരക്ഷിക്കുന്നതിൻ്റെ ഒരു ഭാവമായിട്ട് മാറുന്നത്. അതിനുശേഷം വരുന്ന സിറിൽ പിതാവിലെ ആ സംരക്ഷണ ഭാവങ്ങൾ മലങ്കരയെ തന്നെ സംരക്ഷിക്കുന്നത്, അതിൻ്റെ ഐഡന്റിറ്റിയെ കൊണ്ടുവരുന്നത് ഒക്കെ വേറെ തലങ്ങളിലേക്ക് കടക്കുന്നതും ഇപ്പോഴുള്ള ഭാവത്തിരുമേനി ആ സംരക്ഷണത്തിൻ്റെ ഒത്തിരി ഭാവങ്ങളെ കാണിക്കുന്നു. അത് പാവങ്ങളോടുള്ള സ്നേഹമായിക്കോട്ടെ, സഭ ഇന്ന് നിലനിർത്തേണ്ട റോളുകളായിക്കോട്ടെ, സംരക്ഷിക്കുന്നതിൻ്റെയാണ്. അല്ലെങ്കിൽ കൃപ നിറയുന്ന കുടുംബങ്ങൾ എന്ന ചിന്തയിലേക്കൊക്കെ നിങ്ങൾ സിനഡിലേക്ക് നടക്കുമ്പോൾ എന്താ അതിൻ്റെ അടിയിൽ ഊറിക്കിടക്കുന്നത്? മ്ലേച്ഛതയല്ല, സംരക്ഷിക്കാനുള്ള അദമ്യമായ ഭാവം. അപ്പോൾ ഒരു എക്കോളജിക്കൽ സെൻസ് എന്നൊക്കെ ഇന്ന് നമ്മൾ വലിയ കാര്യമായിട്ട് പറയുന്നത് ഈ സ്നേഹമാർഗത്തിൻ്റെ ഭാവമാണ്, നമ്മൾ സംരക്ഷിക്കുന്നതിൻ്റെ ഭാവമാണ്. കുട്ടികളെ സംരക്ഷിക്കുന്നത്, അല്ലെങ്കിൽ നമ്മുടെ മണ്ണിനെയും മനുഷ്യനെയും മലയെയും പുഴയെയും ഈ എല്ലാ അനിമൽസിനെയും ഒക്കെ സംരക്ഷിക്കേണ്ടത്. സോ പിതാവിൻ്റെ ആ ഒരു ഇവാനിയൻ തിങ്കിങ്ങിലേക്ക് കടക്കുന്ന നമ്മൾ സമഗ്രമായ സംരക്ഷണ ഭാവത്തിലേക്കാണ് കടക്കുന്നത് ആക്ച്വലി. സോ വി ബിഗിൻ ടു പ്രൊട്ടക്റ്റ്. അപ്പൊ നമ്മൾ സംരക്ഷിക്കുമ്പോൾ നമുക്ക് ഒന്നിനെയും നശിപ്പിക്കാൻ പറ്റില്ല. അപ്പോൾ ഈ ഒരു പുനരൈക്യ മിസിയോളജി, അല്ലെങ്കിൽ ഒരു പുനരൈക്യ സ്പിരിച്വാലിറ്റി, അല്ലെങ്കിൽ പുനരൈക്യമെന്ന രക്ഷാകരമായ തിരുത്തിലേക്ക് ഒരു ആത്മീയ യാത്ര നമ്മൾ നടത്തിയപ്പോൾ ആ പുനരൈക്യമെന്ന രക്ഷാകരമായ തിരുത്തലിലേക്ക് കടക്കുന്ന നമ്മൾ എന്താണ് എവഞ്ചലി തിരുത്തിയത്? നമ്മുടെ സംരക്ഷണമില്ലായ്മയെ. വി ഡോണ്ട് കെയർ ടു പ്രൊട്ടക്ട്. സംരക്ഷിക്കാൻ താല്പര്യമില്ല. അപ്പൊ എവഞ്ചൽ തിരുത്ത് നടക്കുന്നത് ഐ വിൽ പ്രൊട്ടക്റ്റ് അഗെയിൻ. ആ തിരുത്തല്ലേ ദൈവം നടത്തിയത്. ആ രക്ഷാകരമായ തിരുത്തലിന് വേണ്ടിയിട്ടല്ലേ തൻ്റെ പുത്രൻ ലോകത്തിലേക്ക് വന്നത്. ആ പുത്രൻ ഈ ലോകത്തിൽ സംരക്ഷിക്കുന്നതിൻ്റെ ഭാവത്തെ കാണിച്ചു കൊടുത്തു. ആൻഡ് ഈ പ്രൊട്ടക്റ്റഡ് ആ സോൾ. സംരക്ഷണമില്ലായ്മയാണ് ഹവ്വയെയും ആദാമിനെയും പറ്റിച്ച അവൻ്റെ ചിന്ത. സംരക്ഷിക്കാതെയുള്ള ഭാവങ്ങളും സെറ്റപ്പുകളും ദാറ്റ് ഇറ്റ് മേക്സ്. സോ നമ്മൾ ഇവാനിയൻ ധ്യാനം കൺക്ലൂഡ് ചെയ്യുമ്പോൾ, അല്ലെങ്കിൽ സ്നേഹഭാവത്തിലേക്ക് കടക്കുമ്പോൾ, അത് നമ്മുടെ മനസ്സുകളിലോ ചിന്തകളിലോ മാത്രം നിൽക്കുന്നതല്ല, മറിച്ച് നമ്മുടെ ഡേ ടു ഡേ ലൈഫുകളിൽ നമ്മുടെ നോട്ടങ്ങളെ, നമ്മുടെ ഭാവങ്ങളെ, നമ്മൾ ഈവൻ നമ്മുടെ വീട് അറേഞ്ച് ചെയ്യുന്നതിൻ്റെ, ഭക്ഷണം പാകം ചെയ്യുന്നതിൻ്റെ, നമ്മുടെ വസ്ത്രധാരണങ്ങളെ, നമ്മൾ എങ്ങനെയാണ് കട്ടിൽ അറേഞ്ച് ചെയ്യുന്നത്, പൂക്കൾ അറേഞ്ച് ചെയ്യുന്നത്, നമ്മുടെ വീടിനെയൊക്കെ നമ്മൾ എങ്ങനെയാണ് നീറ്റ് ആൻഡ് ക്ലീൻ ആക്കുന്നത്, നമ്മുടെ ചുറ്റുവട്ടങ്ങളെ, നമ്മുടെ പഞ്ചായത്തിനെ, നമ്മുടെ ഈ നല്ല ഭംഗിയുള്ള ഭൂമിയെ ഒക്കെ സംരക്ഷിക്കണം. ആ സംരക്ഷണ ഭാവങ്ങൾ അപ്പോൾ എക്കോളജി ആയിട്ടും പുതിയ ഒരു സംരക്ഷണ ഭാവത്തിൽ ഈ ലോകത്തിൻ്റെ ഭാഷകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, കൾച്ചറുകളെ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന, എല്ലാത്തിനും അതിൻ്റെതായ ഭാവങ്ങളും സ്ഥാനങ്ങളും കൊടുക്കുന്ന ഒരു പുതിയ സുവിശേഷ പ്രഘോഷണ പ്രക്രിയയ്ക്ക് തന്നെ അത് മുന്നോട്ട് വെച്ചൂടെ? ഈ ലോകം ഇന്ന് ആഗ്രഹിക്കുന്നതും ഒരു പക്ഷേ എല്ലാവരും പ്രാർത്ഥിക്കുന്നതും ഈ രക്ഷാകര തിരുത്തലിലൂടെ നമ്മളെല്ലാവരും സംരക്ഷിക്കുന്ന, പരസ്പരം സംരക്ഷിക്കുന്ന വ്യക്തികളായിട്ട് മാറും എന്നല്ലേ നമ്മൾ ചിന്തിക്കുന്നത്. സംരക്ഷണമില്ലായ്മയല്ലേ ഈ ലോകത്തിൽ ഇന്ന് നമ്മൾ കാണുന്ന എല്ലാത്തിനും കാരണം. നോബഡി ഈസ് വില്ലിങ് ടു പ്രൊട്ടക്റ്റ് ദി അതർ. അത് നമ്മളെ ഒക്കെ ഗ്രസിച്ചു കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നമ്മളിപ്പോൾ നമ്മുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയെ കാണുകയും മണക്കുകയും ചെയ്യുമ്പോൾ താഴെ 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 നമ്മൾ സംരക്ഷിക്കാത്ത ഒരവസ്ഥയെയും കാണുന്നു. സോ വി നീഡ് ടു ക്ലീൻ അഗെയിൻ. വി നീഡ് ടു ക്ലീൻ ആൻഡ് സേ ഡിഡ് ഐ പ്രൊട്ടക്ട്, ഡിഡ് ഐ പ്രൊട്ടക്ട്. അപ്പൊ പിതാവും മലയിലേക്ക് കയറുന്നതിന് മുമ്പ് ആ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ള ആഗ്രഹത്തിലാണ് ഇവൻ കാതോലിക്കേറ്റ് സിംഹാസനത്തെ സ്ഥാപിക്കുന്നത്. ആ ആഗ്രഹത്തിലാണ് സെറാംപൂറിൽ പോകുന്നത്. ആ ആഗ്രഹത്തിലാണ് ഈ ബദനി സമൂഹത്തെ സ്ഥാപിക്കണേ. പക്ഷെ ഓരോ പ്രാവശ്യം ഇരിക്കുമ്പോഴും പിതാവ് ചിന്തിക്കാൻ തുടങ്ങി, ഡിഡ് ഐ പ്രൊട്ടക്ട് ഇനഫ്?
ആ സംരക്ഷിക്കുന്ന സ്നേഹത്തില് ഞാൻ വളർന്നോ? അപ്പോ ആള് പറയും, നോ, ഐ നീഡ് ടു ഡു മോർ, ഐ നീഡ് ടു മോർ. അത് പുനരൈക്യം എന്ന ദൃശ്യവൽക്കരണത്തിലേക്ക് കടന്നു വന്നു. സംരക്ഷിക്കാനുള്ള വലിയൊരു ആഗ്രഹത്തിൻ്റെ ബാഹ്യമായ ഒരു കാര്യമാണ് സഭ. പക്ഷേ അതിൻ്റെ അടിയിൽ പിതാവിനെ നയിച്ചതും അല്ലെങ്കിൽ പിതാവില് വളർന്ന് പൂർണ്ണമാകുന്നതും സംരക്ഷിക്കാനുള്ള വലിയ ആഗ്രഹമായിരുന്നു. അദ്ദേഹത്തിനെതിരെയൊക്കെ ഒത്തിരി ആളുകൾ നിന്നിട്ടുണ്ടായിരുന്നു. പലപ്പോഴും അവരെയൊക്കെ അടിച്ചമർത്താനും ഓടിപ്പിക്കാനും ഒക്കെ അതിന് കഴിയുമായിരുന്നു. പക്ഷെ അദ്ദേഹം സംരക്ഷിച്ചു. ഇവൻ സാർ CPA വരെ സംരക്ഷിച്ചു. അപ്പൊ ആളുകളൊക്കെ പിതാവിനോട് ചോദിക്കും, അങ്ങക്കെതിരെ ഒത്തിരി പറഞ്ഞല്ലോ. Then he says, we should love. We should love. And when he used that word, we should love, he meant we should protect. Even നമ്മുടെ എനിമിയെ, നമുക്ക് എതിരായി നിൽക്കുന്നവരെ. അപ്പോഴല്ലേ പുനരൈക്യത്തിന്റെ സ്പിരിച്വൽ ഭാവങ്ങളിലേക്ക് കടക്കുക. സ്നേഹത്തിന്റെ ആ തലങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് എന്തു വേണമെങ്കിലും ഇന്റർപ്രറ്റ് ചെയ്യാം. ധ്യാനങ്ങളൊക്കെ കൊടുക്കുമ്പോൾ ഞാനിപ്പോൾ ആ പ്രൊട്ടക്ഷൻ പിതാവ് എന്ന് പറഞ്ഞ് സ്വർഗസ്ഥനായ പിതാവിൻ്റെ സ്നേഹമായിട്ടും, ആ പ്രൊട്ടക്ഷനിൽ തൻ്റെ പിതാവ് തൻ്റെ പുത്രനെ അയക്കുന്നതും, ആ സംരക്ഷണത്തിൽ പുത്രൻ മരണത്തെ പോലും തോൽപ്പിച്ച് ആ സംരക്ഷിക്കുന്ന സ്നേഹം അത് ഉയർപ്പായിട്ട് മാറുന്നതും, അല്ലെങ്കിൽ ആ സംരക്ഷണമല്ലേ പിതാവ് നമ്മളെ സ്നേഹിക്കുന്നു, അനന്തമായി സ്നേഹിക്കുന്നു എന്ന് പറയുമ്പോഴല്ലേ അത് മരണത്തിനെ പോലും തോൽപ്പിച്ച് നമ്മളെ ആ ദൈവിക ഭാവത്തിലേക്കും തൻ്റെ സ്വർഗത്തിലേക്കും കൊണ്ടുപോകുന്നത്. കാരണം നിങ്ങൾ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങളുടെ വീട്ടിലെ ആരെങ്കിലും മരിച്ചാൽക്കറിയോ? ഷുഡ് ക്രൈന. എൻ്റെ അമ്മ മരിച്ചപ്പോൾ ഐ ആം വെരി സ്ട്രിക്റ്റ് പ്രീസ്റ്റ്. സോ ഞാൻ ചെന്നപ്പോൾ എൻ്റെ അമ്മ മരിച്ചു കിടക്കുന്നു. എനിക്ക് എൻ്റെ അമ്മയെ കണ്ടപ്പോൾ ഒരു നല്ല കത്തോലിക്ക ലേഡി, ഇത്രയും സ്ട്രിക്റ്റ് ആയിട്ട് ജീവിച്ച ഒരു ലേഡി, അതിൻ്റെ വിശുദ്ധിയിൽ. സോ അതിന് ആ സഭ കൽപ്പിച്ചു കൊടുത്തിരിക്കുന്ന എല്ലാ കർമ്മങ്ങളും അതിൻ്റെ കൃത്യതയോടെ നടത്തണം. സോ ഐ വാസ് എക്സ്ട്രീംലി കെയർഫുൾ ദാറ്റ് മൈ മമ്മി ഷുഡ് മിസ് എനിത്തിങ്. സോ ഐ വാസ് സോ ഇൻസിസ്റ്റിംഗ് ദാറ്റ് ആ ബറിയലിൻ്റെ എല്ലാ കാര്യങ്ങളും ഞാൻ തന്നെ ചെയ്യുന്ന പറഞ്ഞു. അപ്പോൾ അച്ഛന്മാർ പറഞ്ഞു, എടാ നിന്റെ അമ്മ മരിച്ചിരിക്കുന്നില്ലേ, നീ നോ, ബട്ട് ഷീ ഹാസ് ടു ദ റൈറ്റ് ദാറ്റ് ഇൻ ഈസ് പെർഫെക്ഷനിലാക്ക്. അതൊക്കെ ഞാൻ ചെയ്തു. അപ്പോൾ എല്ലാവരും പറഞ്ഞു, എന്തൊരു കഠിന ഹൃദയം. ഞാൻ പ്രീച്ച് വരെ ചെയ്തു. ഐ പ്രീച്ച്ഡ് ഓൺ മൈ മദേഴ്സ് ഡെത്ത് ബിക്കോസ് ഐ സെഡ് ദാറ്റ്സ് ഹെർ പ്രിവിലേജ് ദാറ്റ് ഐ ഷുഡ് സ്പീക്ക് ഓൺ ഹെർ. എല്ലാ പറയലും കഴിഞ്ഞ് തിരിച്ചു വന്ന് ഞാൻ കട്ടിൽമ കിടന്നു, അമ്മ കിടന്നിരുന്ന കട്ടിൽമ. അപ്പോൾ ഞാനൊരു കൊച്ചുകുട്ടിയെ പോലെ ഓളിയിട്ട് കരഞ്ഞു. അപ്പം എല്ലാവരും കേട്ടു, നൈബേഴ്സൊക്കെ കേട്ടു. പറഞ്ഞു, ആ അച്ഛൻ ഈ ദിവസം മുഴുവനും ഒരു ഇറ്റ് കണ്ണീര് കിട്ടില്ല, ഇപ്പം ഇതേ കിടന്ന് കരയണേ. ചേച്ചി എന്നോട് ചോദിച്ചു, അതെന്താ നീ ദിവസം മുഴുവനും വലിയ ആളായിട്ട് നിന്ന് ഇപ്പം കരയണേ? ഇപ്പം ഐ സി മൈ മമ്മി. അതുവരെ ഐ സി അഷ് കാത്തലിക് പേഴ്സൺ ആൻഡ് ഷി ഹാഡ് എ റൈറ്റ്. അത് തമാശ കളിച്ച് കളയാനുള്ളതല്ല, ബട്ട് ഐ മിസ് മൈ മമ്മി എന്ന് പറഞ്ഞു. എന്തിനാ നമ്മൾ അങ്ങനെ കരയണേ? You know why? Because indirectly told them, I love you, I'll protect you. നമ്മളങ്ങനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മരണം അങ്ങനെ അങ്ങോട്ട് വരികയാണ്. നമ്മളെ എത്ര വലിയ ആളുകളെന്ന് പറഞ്ഞാലും മരണം ജസ്റ്റ് അങ്ങോട്ട് പിടിച്ചോണ്ട് പോകും. വി ഫീൽ അഷെയിംഡ്. നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാൻ കഴിയാതെ വി ക്രൈ, അഷെയിംഡ് ആയിട്ട്. സംരക്ഷിക്കാനുള്ള എല്ലാ ആഗ്രഹം ഉണ്ടായിട്ടും സംരക്ഷിക്കാൻ കഴിയാതെ ഒരു പൊട്ടനായിട്ടുള്ളൊരു നിപ്പില്ലേ, അപ്പോഴാണ് നമ്മൾ കരയണേ. പക്ഷെ ഇപ്പോൾ നാട്ടിൽ അവിടെ സുനാമി നടന്നു, അല്ലെങ്കിൽ ഇപ്പോൾ കവളപ്പാറയിൽ ഞാൻ കരഞ്ഞില്ല. പക്ഷെ എനിക്കൊരു ദുഃഖം തോന്നി, ആ ഒരു ഹ്യൂമാനിറ്റിയുടെ ദുഃഖം. ബട്ട് ഐ ഡിഡ് നോട്ട് ക്രൈ ബിക്കോസ് ഞാൻ അവരോട് ഡയറക്റ്റ്ലി പറഞ്ഞിട്ടില്ല ഐ വിൽ പ്രൊട്ടക്റ്റ് യു, ഞാൻ പറഞ്ഞിട്ടില്ല. പക്ഷെ എൻ്റെ നാട്ടുകാരാണ്, അല്ലെങ്കിൽ ആ ഒരു എല്ലാ സ്നേഹങ്ങളും ദുഃഖങ്ങളും ഉണ്ട്. ബട്ട് ഐ നോട്ട് ടോൾഡ്, സോ ഐ ഡിഡ് നോട്ട് ക്രൈ. പക്ഷെ നമ്മൾ വീട്ടിൽ ആരെങ്കിലും മരിക്കുമ്പോൾ വി ഫീൽ അഷെയിംഡ്. അപ്പോഴറിയണം സംരക്ഷിക്കാനുള്ളിൽ ആഗ്രഹം ഉണ്ടായിരുന്നുകൊണ്ട് ആ കരച്ചിൽ വന്നേ. അല്ലെങ്കിൽ അതിൻ്റെ ബാക്കിൽ പുനരയിക്കപ്പെട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ താഴെ അവർ അപ്പങ്ങളാക്കി, then we don't cry, we don't cry. So that ഉള്ളിൽ ആർദ്രത വരുന്നത് സംരക്ഷണ ഭാവത്തിലേക്ക് കടക്കുമ്പോഴാണ്.
ഇപ്പൊ നിങ്ങൾ ചിന്തിച്ചു നോക്കിയാൽ ഈ സ്വർഗസ്ഥനായ പിതാവ് നമ്മൾ മരിച്ച കറിയോ? He simply loves us, na? Says he won't cry because he can defeat death. ആള് മരണത്തെ തോൽപ്പിച്ച് നമ്മളെ ആളുടെ അടുത്തേക്ക് കൊണ്ടുപോകും. അതാ നമ്മൾ മരണത്തിന് ശേഷവും ജീവിതമുണ്ടെന്ന് പറയണേ. അല്ലെങ്കിൽ ഈ മനുഷ്യൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് എന്ന് നമ്മൾ പറയണേ. ബിക്കോസ് the one who sent his son is so powerful. And when he says, I love you, he mean it. അല്ലെങ്കിൽ ആ സ്നേഹങ്ങൾക്കൊന്നും അർത്ഥമില്ലല്ലോ. ഈ ലോകത്തിൽ തന്നെ എല്ലാം അവസാനിച്ചു എന്ന് നമ്മൾ പറയില്ലേ? അല്ലെങ്കിൽ സ്നേഹം ഒരിക്കലും അവസാനിക്കുന്നില്ല എന്ന് പറയുമ്പോൾ what do you mean by that? സംരക്ഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല. സംരക്ഷണം എന്ന് അവസാനിക്കുന്നോ അന്ന് എല്ലാം അവസാനിച്ചു. But it says ആ സംരക്ഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല. ആ സ്നേഹത്തിലൂടെ നിങ്ങൾക്ക് അമ്മയെ കാണാൻ കഴിയും, മദർ മേരിയെ. ആ സ്നേഹത്തിൻ്റെ പ്രൊട്ടക്ഷനിലാണ് അമ്മ കന്യകയായിട്ടിരിക്കുന്നതും അമ്മയായിട്ടിരിക്കുന്നതും. ആ പ്രൊട്ടക്ഷനിലാണ് അമ്മയെ പാപം തൊടാതെ അമലോത്ഭയായിട്ടിരിക്കുന്നത്. ആ സ്നേഹത്തിൻ്റെ പ്രൊട്ടക്ഷനിലാണ് അമ്മയുടെ ശരീരത്തിന് ഒന്നും സംഭവിക്കാതെ അത് സ്വർഗാരോഹിതയാകുന്നത്. അമ്മയുടെ എല്ലാ മരിയൻ ഡോഗ്മയുടെ അടിയിലും ഈ ദൈവ സ്നേഹമല്ലേ, ആ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന സ്നേഹമല്ലേ. അപ്പം ആ സ്നേഹം പിന്നെ നമ്മളെ എല്ലാത്തിലേക്കും എത്തിക്കും. നിങ്ങളുടെ കുടുംബജീവിതത്തെക്കുറിച്ച്, കത്തോലിക്ക സഭയുടെ ആഴത്തിലുള്ള മൊറാലിറ്റിയെക്കുറിച്ച്, സെക്ഷൽ എത്തിക്സിനെ കുറിച്ച്, തെറ്റും ശരികളെ കുറിച്ചൊക്കെ നിങ്ങൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്നേഹഭാവം ഒത്തിരി മനസ്സിലാക്കാൻ പറ്റും. കത്തോലിക്ക സഭയെ കൂടുതൽ പഠിക്കും തോറും പിതാവും ഈ സ്നേഹഭാവത്തെ കൂടുതൽ കൂടുതൽ അറിയാൻ ശ്രമിക്കും. പിന്നീട് പുനരൈക്യത്തിന് ശേഷമുള്ള ജീവിതം അല്ലെങ്കിൽ രക്ഷാകരമായ തിരുത്തലിനപ്പുറത്തുള്ള ജീവിതം അത് സംരക്ഷണത്തിൻ്റെതായിരിക്കണം എന്ന് പിതാവ് പറയും. ഇന്ന് നമ്മൾ ഇവാനിയൻ വഴി കമ്പോസ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഇവാനിയൻ വഴിയെ ഇൻവെന്റ് ചെയ്യാൻ ഒരു 90 വർഷങ്ങൾക്ക് ശേഷം ചെയ്യുമ്പോൾ എനിക്ക് എപ്പോഴും തോന്നും ഇന്ന് നമ്മുടെ ലോകത്തിന് ഏറ്റവും ആവശ്യം രക്ഷാകരമായ തിരുത്തലാണ്, സംരക്ഷിക്കാനുള്ള രക്ഷാകരമായ തിരുത്തൽ. ആ സംരക്ഷണമില്ലായ്മയാണ് നമ്മുടെ ചുറ്റും അഴിഞ്ഞാടുന്നത്. നോബഡി ഈസ് വില്ലിങ് ടു പ്രൊട്ടക്റ്റ് ദി അതർ. അതിന് പുനരൈക്യത്തിൻ്റെ മക്കൾക്കാകണം. ഈ സ്നേഹത്തെക്കുറിച്ചൊക്കെ ഒത്തിരി ഇങ്ങനെ പറയാൻ തുടങ്ങുമ്പോൾ വി ക്യാൻ തിങ്ക് ഇൻ എനി വേനോ. ഇപ്പോൾ ഞാൻ ഇവാനിയോസ് പിതാവിനെ ഒന്നും കണ്ടിട്ടില്ല. അപ്പോൾ ഇവാനിയോസ് പിതാവ് എങ്ങനെയായിരിക്കും ഇരുന്നത്, അല്ലെങ്കിൽ ഇവാനിയോസ് പിതാവിൻ്റെ സ്റ്റൈൽ എന്തായിരിക്കും? സോ ബൈബിൾ വെച്ച് ഇങ്ങനെ ചിന്തിക്കാൻ തുടങ്ങിയപ്പോൾ പൗലോസ്ലിക്ക് അങ്ങനെ ഒരു പ്രോബ്ലം ഉണ്ടായിരുന്നു. യേശുവിനെ പൗലോസ്ലിയ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പൗലോസ്ലിയ ശിഷ്യന്മാരോട് ചോദിക്കാൻ തുടങ്ങി, യേശു എങ്ങനെ ഇരിക്കണേ, യേശു എങ്ങനെയാണ്? അപ്പോൾ പൗലോസ്ലിയോട് ശിഷ്യന്മാർ യേശു അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറയും. പക്ഷെ ഇത് കണ്ടിട്ടില്ലല്ലോ. യേശുവിനെ ഈ ഉത്ഥാനം ചെയ്ത യേശുവിൻ്റെ എക്സ്പീരിയൻസേ പൗലോസ്ലിയക്കുള്ളൂ. അത് ഫിസിക്കൽ യേശുവിനെ കണ്ടിട്ടില്ല. ശിഷ്യന്മാർ കണ്ടേക്കണ പോലെ നമ്മൾ യേശുവിനെ അനുഭവിക്കണ പോലെ പൗലോസ്ലിയ അനുഭവിച്ചിരിക്കണേ. പിന്നീട് പൗലോസ്ലിയ ഉത്തമമായ മാർഗത്തെക്കുറിച്ച് പറഞ്ഞിട്ട് സ്നേഹത്തെക്കുറിച്ച് എഴുതും. അതാണ് 1 കൊറിന്ത്യയിലെ 13-ാമത്തെ അധ്യായത്തിൽ 4-ാമത്തെ വാക്യം മുതൽ. എന്നിട്ട് അതിൽ പറയും സ്നേഹം ദീർഘക്ഷമയും ദയയുള്ളതാണ്. അപ്പോൾ ഇനി നിങ്ങൾ ആ സ്നേഹത്തെ മാറ്റിയിട്ട് സംരക്ഷണം എന്നിടുകയും, സംരക്ഷണം ദീർഘക്ഷമയും ദയയുമുള്ളതാണ്. സംരക്ഷണം അസൂയപ്പെടുന്നില്ല, സംരക്ഷണം ആത്മപ്രശംസ ചെയ്യുന്നില്ല, സംരക്ഷണം അഹങ്കരിക്കുന്നില്ല, സംരക്ഷണം അനുചിതമായി പെരുമാറുന്നില്ല, സംരക്ഷണം സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല, സംരക്ഷണം കോപിക്കുന്നില്ല, സംരക്ഷണം വിദ്വേഷം പുലർത്തുന്നില്ല. പക്ഷെ സംരക്ഷണം അനീതിയിൽ സന്തോഷിക്കുന്നില്ല, സംരക്ഷണം സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു, സംരക്ഷണം സകലതും സഹിക്കുന്നു, സംരക്ഷണം സകലതും വിശ്വസിക്കുന്നു, സംരക്ഷണം സകലതും പ്രത്യാശിക്കുന്നു, സംരക്ഷണം സകലത്തെയും അതിജീവിക്കുന്നു, സംരക്ഷണം ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇനി ആ സംരക്ഷണത്തിന് പകരം യേശു എന്നിടുകയും യേശുവിൻ്റെ ക്യാരക്ടർ കിട്ടും. ഇനി ഈ സ്നേഹമാർഗത്തിൽ വളരുമ്പോൾ ക്രിസ്തു സാരൂപ്യം വരണ്ടേ, നമ്മളും യേശുവിനെ പോലെയാകും. അല്ലെങ്കിൽ പുനരൈക്യപ്പെട്ട് പിതാവിൻ്റെ മക്കളുടെ ആ ഒരു മഹിമയിലേക്ക് നമ്മൾ വരുമ്പോൾ
നമ്മളും യേശുവിനെ പോലെ ആകും. അപ്പോ ഇവാനിയോസ് പിതാവ് അതുപോലെ ആയിട്ടുണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പൊ ഞാൻ ചിലപ്പോ ഇവാനിയോസ് പിതാവിനെ ചേർത്ത് അത് വായിക്കാൻ തുടങ്ങി. ഇവാനിയോസ് പിതാവ് ദീർഘക്ഷമയും ദയവുമുള്ളവനായിരുന്നു. ഇവാനിയോസ് പിതാവ് അസൂയപ്പെട്ടിരുന്നില്ല. ഇവാനിയോസ് പിതാവ് ആത്മപ്രശംസ ചെയ്തിരുന്നില്ല. ഇവാനിയോസ് പിതാവ് അഹങ്കരിച്ചിരുന്നില്ല. ഇവാനിയോസ് പിതാവ് അനുചിതമായി പെരുമാറിയില്ല, സ്വാർത്ഥം അന്വേഷിച്ചില്ല, കോപിച്ചില്ല, വിദ്വേഷം പുലർത്തിയില്ല. ഇവാനിയോസ് പിതാവ് അനീതിയിൽ സന്തോഷിച്ചില്ല. ഇവാനിയോസ് പിതാവ് സത്യത്തിൽ ആഹ്ലാദം കൊണ്ടു. ഇവാനിയോസ് പിതാവ് സകലതും സഹിച്ചു. ഇവാനിയോസ് പിതാവ് സകലതും വിശ്വസിച്ചു. ഇവാനിയോസ് പിതാവ് സകലത്തിലും പ്രത്യാശ വെച്ചു. ഒരു സെന്റൻസ് ഉണ്ട്, ഞാൻ ഒന്നും ചെയ്തില്ല, അവിടുന്ന് നടത്തി, അവിടുന്ന് കൊണ്ടുപോയി, അവിടുന്ന് നാശത്തിന് വേണ്ടി ഒന്നും ചെയ്യുന്നില്ല എന്ന് പറയുന്ന പ്രത്യാശയുടെ ഭാവങ്ങള്. ഇവാനിയോസ് പിതാവ് സകലത്തെയും അതിജീവിച്ചു. ഇവാനിയോസ് പിതാവ് ഒരിക്കലും അവസാനിക്കുന്നില്ല. ഇറ്റ് ഗോസ്. ഇനി നിങ്ങൾ ഇവാനിയോസ് പിതാവിന്റെ ഇതിലൂടെ, യേശുവിന്റെ ഇതിലൂടെ ആ സ്രോതസ്, ഞാൻ പറഞ്ഞു ആ ഉറവിടം വചനമാണ് എന്ന് പറഞ്ഞു. ഇനി ആ വചനം മാംസമാകണം, അപ്പോഴേ ആ ഫുൾഫിൽമെന്റ് വരുള്ളൂ. ദാറ്റ് ഫുൾഫിൽമെന്റ് ഓഫ് ഇവാനിയൻ വൈസ് ലവ്, സംരക്ഷിക്കുന്ന സ്നേഹം. അപ്പൊ നമ്മൾ എന്താവും? ആന്റണി അച്ഛൻ എൻ്റെ മുമ്പിൽ ഇങ്ങനെ ഇരുന്നത് കേൾക്കണ്ട്. അപ്പൊ അച്ഛൻ്റെ പേര് വെച്ചിട്ട് പറയാം. അപ്പൊ നമ്മളിപ്പോ അല്ലെങ്കിൽ എൻ്റെ ഈ സുവിശേഷ സംഘത്തിലെ ഏത് മക്കൾക്ക് വേണമെങ്കിലും അങ്ങനെ ചിന്തിക്കാം. നമ്മൾ ഇവാനിയൻ വഴിയിലൂടെ നടന്നു കഴിയുമ്പോൾ നമ്മളുടെ പേര് വെച്ചിട്ട് അത് വായിക്കാൻ പറ്റണം. ഓക്കെ. അപ്പോൾ ആന്റണി അച്ഛൻ ദീർഘക്ഷമയും ദയവുള്ളവനാണ്. ആന്റണി അച്ഛൻ അസൂയപ്പെടുന്നില്ല. ആന്റണി അച്ഛൻ ആത്മപ്രശംസ ചെയ്യുന്നില്ല. ആന്റണി അച്ഛൻ അഹങ്കരിക്കുന്നില്ല. ആന്റണി അച്ഛൻ അനുചിതമായി പെരുമാറുന്നില്ല. ആന്റണി അച്ഛൻ സ്വാർത്ഥം അന്വേഷിക്കുന്നില്ല. ആന്റണി അച്ഛൻ കോപിക്കുന്നില്ല. ആന്റണി അച്ഛൻ വിദ്വേഷം വെച്ചു പുലർത്തുന്നില്ല. ആന്റണി അച്ഛൻ അനീതിയിൽ സന്തോഷിക്കുന്നില്ല. ആന്റണി അച്ഛൻ സത്യത്തിൽ ആഹ്ലാദം കൊള്ളുന്നു. ആന്റണി അച്ഛൻ സകലതും സഹിക്കുന്നു. ആന്റണി അച്ഛൻ സകലതും വിശ്വസിക്കുന്നു. ആന്റണി അച്ഛൻ സകലത്തിലും പ്രത്യാശ വയ്ക്കുന്നു. ആന്റണി അച്ഛൻ സകലത്തെയും അതിജീവിക്കുന്നു. ആന്റണി അച്ഛൻ ഒരിക്കലും അവസാനിക്കുന്നില്ല. അങ്ങനെ പറയുമ്പോൾ നമ്മുടെ ഉള്ളിൽ ഒരു കിരികിരി വരും. ആ കിരികിരി വീണ്ടും ഇവാനിയൻ വഴിയിലേക്ക് പോകാനായിട്ട് നമുക്ക് പ്രത്യാശ നൽകും. ഓക്കെ. അപ്പോൾ ഇവാനിയൻ വഴിയിൽ ഈ ദിവസങ്ങളിലൊക്കെ യാത്ര ചെയ്ത നിങ്ങളും ഇടയ്ക്ക് ആ ബൈബിൾ എടുത്തു വച്ചിട്ട് നിങ്ങളുടെ പേര് വെച്ചിട്ട് ഒന്ന് വായിക്കാൻ ശ്രമിക്കണേ. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇനിയും ഒരുപക്ഷെ അടിയിലെ മ്ലേച്ഛതകള് ഊറിക്കിടക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ വീണ്ടും മുന്നോട്ട് പോകണം, ആദ്യത്തിലേക്ക് പോകണം. എന്നിട്ട് ഐ തോട്ട് വേർഡ് ഗോഡ്സ് തോട്ട്. അവിടെ എന്തെങ്കിലും പ്രോബ്ലം ഉണ്ടാവും. പിന്നെ അത് കഴിഞ്ഞിട്ടും ചിലപ്പോൾ ആ ഫ്രൂട്ട്ഫുൾനെസ് വന്നില്ല. ദെൻ ഒത്തിരിയും കൂടിയും അവബോധത്തിലൂടെ വീണ്ടും നമ്മുടെ അടിയിൽ ഊറിക്കിടക്കുന്ന മ്ലേച്ഛതയിലേക്ക് കടന്നു ചെല്ലുക. വീണ്ടും ആ ബട്ടനവിലേക്ക് വരിക. വീണ്ടും ആ കുരിശിന്റെ ചോട്ടിൽ നിൽക്കുക. ആ സ്കൂളിലേക്ക് പ്രവേശിക്കുക. വീണ്ടും ആ പുനരൈക്യത്തിന്റെ പ്രണോതാക്കളാവുക. റിഡംപ്റ്റീവ് കറക്ഷനിലേക്ക് ചെല്ലുക. പിന്നീട് സംരക്ഷിക്കുന്ന ഭാവത്തിലേക്കും സംരക്ഷിക്കുന്ന സ്നേഹഭാവത്തിലേക്കും വളരാൻ ശ്രമിക്കുക. അത് വീണ്ടും വീണ്ടും ചുരുളഴിയും. And one day you will be with him in heaven. Thank you.